As I sat here a few minutes ago, ചില മിനിറ്റുകൾക്ക് മുൻപ് ഞാൻ ഇവിടെ ആയിരുന്നപ്പോഴാ and it started raining. മഴ പെയ്യാനായിട്ട് തുടങ്ങി. That might be very normal for you. ഒരുപക്ഷെ നിങ്ങളെ സംബന്ധിച്ച് അതൊരു സ്വാഭാവികമായ കാര്യമായിരിക്കും. But where I live in California, ഞാൻ ജീവിക്കുന്ന കാലിഫോർണിയയിൽ we are in the 3rd or 4th year of a very severe drought. അവിടെ വരൾച്ച ആരംഭിച്ചിട്ട് 4ാം വർഷമാണ്. അതികഠിനമായ വരൾച്ചയിലൂടെ ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. And we have been praying and believing God for rain. ദൈവത്തോട് ഞങ്ങൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. That sound was so refreshing to me. ആ മഴയുടെ ശബ്ദമുണ്ടല്ലോ, അതെന്നെ ഒത്തിരി തണുപ്പിക്കുകയും എന്നെ പുതുക്കുകയും ചെയ്തു. But that's the way it is with the presence of God. ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് അങ്ങനെയാണ്. It does not matter what aspect of life we're talking about. ജീവിതത്തിന്റെ ഏത് ഭാഗത്തെക്കുറിച്ച് അത് സംസാരിക്കുന്നു എന്നുള്ളത് വിഷയമല്ല. Whether it's a relationship that God puts us in, ദൈവം നമ്മൾ വെച്ചിരിക്കുന്ന ബന്ധങ്ങളെക്കുറിച്ചായിരിക്കാം, or it's rain that we need. ഒരുപക്ഷെ നമുക്ക് ആവശ്യമുള്ള മഴയെക്കുറിച്ചായിരിക്കാം. When we find ourselves in the presence of God, ദൈവത്തിന്റെ സന്നിധിയിൽ നാം നമ്മെ തന്നെ കണ്ടെത്തുമ്പോൾ there's fullness and there's joy. അവന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയും അവന്റെ വലത്ത് ഭാഗത്തൊന്നും പ്രമോദങ്ങളുമുണ്ട്. I remember a time at a funeral. ഞാൻ ഒരു ദിവസം ഒരു ശവമടക്ക ശുശ്രൂഷയ്ക്ക് പോയതായി ഞാൻ ഓർക്കുന്നു. It was an individual who had died and they had battled a disease for many years. അനേക വർഷങ്ങളായി ഒരു മാരകമായ രോഗത്തിന് അടിമപ്പെട്ട് രോഗത്തോട് പോരാടിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു അത്. In the final stages of their life, അവരുടെ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ അദ്ദേഹം എത്തിക്കഴിഞ്ഞു. they were in great pain. വളരെ വേദനയിലായ ആ മനുഷ്യൻ. And one of the family members said this, അദ്ദേഹത്തിന്റെ ഒരു കുടുംബാംഗങ്ങളിൽ ഒരാൾ ഇങ്ങനെ പറഞ്ഞു, at least now ഇപ്പോഴെങ്കിലും they are no longer in pain. അദ്ദേഹം ഒന്ന് വേദനയില്ലാതെ കിടന്നിരുന്നെങ്കിൽ എന്ന് സംസാരിച്ചു. Because they're in the presence of God. കാരണം ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ അവർ ആയിരുന്നു. And God said something very interesting. വളരെ രസകരമായ ഒരു കാര്യം ദൈവം ഒന്ന് സംസാരിക്കുകയുണ്ടായി. What would have happened if they would have gotten in my presence on earth? അവർക്ക് പറഞ്ഞത് ഇങ്ങനെ, ദൈവം പറഞ്ഞെങ്ങനെയാണ്, മരിച്ച് ദൈവസ്ഥാനത്തിൽ എത്തുമ്പോൾ വേദനയില്ലാത്തൊരു ലോകത്തിലെത്തുന്നു എന്നുള്ളതല്ല, നീ ഭൂമിയിൽ ജീവനോടിരിക്കുമ്പോൾ നിനക്ക് എൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ കഴിയുമായിരുന്നെങ്കിൽ വേദനരഹിതമായ സന്തോഷപൂർണമായ ഒരു ജീവിതം അവർക്ക് നയിക്കുവാൻ കഴിയുമായിരുന്നു. We should always be striving to be in the presence of God. നമ്മൾ എല്ലായ്പ്പോഴും ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്നവരാണ് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം, അതിന് ഉത്സാഹിക്കണം. But in this Christian life, എന്നാൽ ഈ ക്രിസ്തീയ ജീവിതത്തിൽ, in the life of ministry, ശുശ്രൂഷ മണ്ഡലത്തിൽ, it does not matter how great your ministry is. നിന്റെ ശുശ്രൂഷ എത്ര വലുത് എന്നുള്ളതല്ല വിഷയം. At times it feels like we're not in the presence of God. ചിലപ്പോഴെല്ലാം നാം ദൈവ സാന്നിധ്യത്തിൽ അല്ല എന്ന് തോന്നുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാകും. At times it seems like God has sent us on an assignment. ദൈവം നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന ചില നിയോഗങ്ങളുടെ മുൻപിൽ But we're all alone. നാം തനിയെ ആയിത്തീർന്നു എന്ന് തോന്നുന്ന നിമിഷങ്ങളുണ്ട്. And there was a man that had a great ministry. ഒരു വലിയ ശുശ്രൂഷ ചെയ്ത ഒരു മനുഷ്യനുണ്ടായിരുന്നു. He had millions in his church. അദ്ദേഹത്തിന്റെ സഭയിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. But he had reached this point, എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രത്യേക നിർണായകമായ സാഹചര്യം വന്നപ്പോൾ where it was like, God, what's happened here? അവൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, എന്താണ് ഈ നടക്കുന്നത്? I thought you called me. ഞാൻ വിചാരിച്ചു നീ എന്നെ വിളിച്ചു എന്ന്. I thought I'm blessed of you. ഞാൻ നിന്നാൽ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. Why do I have so many problems? എന്തുകൊണ്ട് പിന്നെ ഇത്രയും പ്രശ്നങ്ങൾ എന്റെ ജീവിതത്തിനെതിരെ ആഞ്ഞടിക്കുന്നു? And we read this story in the book of Exodus, chapter 33. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിലാണ് ഈ മനുഷ്യന്റെ കഥ രേഖപ്പെടുത്തിയിരിക്കുന്നത്. The pastor that I'm talking about is Pastor Moses. ഞാൻ പറഞ്ഞ ആ മനുഷ്യൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേര് പാസ്റ്റർ മോസസ് എന്നാണ്. In chapter 33 and verse 12, 33-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, Moses says something very interesting to God. വളരെ രസാവഹമായിരിക്കുന്ന ഒരു കാര്യം ദൈവത്തോട് മോശ സംസാരിക്കുകയാണ്. And Moses said unto the Lord, മോശ ദൈവത്തോട് പറയുകയാണ്, you said unto me, നീ പറഞ്ഞല്ലോ, bring this people up. ഈ ജനത്തെ കൊണ്ടുവരുവാനായിട്ട് കൂട്ടിക്കൊണ്ടുവരിക എന്ന്.
and you have not let me know who you will send with me. നീ ആരെ എന്നോട് കൂടെ അയച്ചിരിക്കുന്നു എന്ന് ഞാൻ എനിക്കൊട്ട് അറിയുകയില്ല. Hear the cry of Moses' heart. ഇവിടെ ഇതാ മോശയുടെ ഹൃദയത്തിൽ നിന്നൊരു കരച്ചിൽ നിങ്ങൾക്ക് കേൾക്കാം. God, you sent me on this assignment. ദൈവമേ, നീ എന്നെ ഒരു പ്രത്യേക നിയോഗത്തിന് ശുശ്രൂഷയ്ക്ക് വേണ്ടി അയച്ചു. I went in and dealt with Pharaoh. ഞാൻ അതെല്ലാം കേട്ട് പോയി ഫറവോനോട് പോയി സംസാരിച്ചു, ഇടപെട്ടു. Because you told me to bring these people out. ഈ ജനത്തെ ആരാധിപ്പാനായി വിട്ടയക്കുവാൻ പറഞ്ഞു, നീ അവരെ വിട്ടയപ്പിച്ചു. But where is my help? ഇവിടെ ഞാൻ ഇനി എന്താ, എന്നെ സഹായിക്കാൻ ഇവിടെ ആരുണ്ട്? Do you ever find yourself where you're thinking, where is my help? നീ എപ്പോഴെങ്കിലും നിന്റെ ജീവിതത്തിൽ ചിന്തിച്ചിട്ടുള്ള, കർത്താവേ, നീ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ട് എന്നെ സഹായിക്കാൻ ഇപ്പോ ആരാ ഉള്ളേ? As pastor, I can look at Pastor Daniel, കർത്താവിന്റെ ദാസനെ നോക്കിക്കൊണ്ട് എനിക്ക് പറയുവാൻ കഴിയും. and I can see all the pastors we honored yesterday. കഴിഞ്ഞ ദിവസം നമ്മോട് ചെയ്ത മറ്റു ദൈവദാസന്മാരെ നോക്കിക്കൊണ്ട് എനിക്ക് പറയുവാൻ I can കഴിയും. look at the partners and the supporters, ഈ ശുശ്രൂഷയിൽ പങ്കാളികളായി തീർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നോക്കി എനിക്ക് പറയാൻ and കഴിയും. I could say, praise the Lord, Pastor Daniel, കർത്താവിന്റെ ദാസ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് സ്തോത്രം. and then look to God. എന്നിട്ട് ദൈവത്തിലേക്ക് നോക്കുക. Say, where's my help? എന്റെ സഹായം എവിടെ? You've called me. ദൈവമേ, നീയല്ലേ എന്നെ വിളിച്ചത്? All of us are called. നാം എല്ലാം ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. And many times we're looking for the resources that we need. നാം വിളിക്കപ്പെട്ടു എങ്കിലും നമുക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ആവശ്യമായിരിക്കുന്ന ഉദവികൾക്ക് വേണ്ടി നാം നോക്കുന്നവരാണ്. And this is where Moses found himself. മോശ ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലായിരിക്കുകയാണ്. Moses continues on to God. ദൈവത്തോട് മോശ തുടർന്ന് സംസാരിക്കുകയാണ്. You said, നീ കൽപ്പിച്ചല്ലോ, I know you by name. എനിക്ക് നിന്നെ പേർ ചൊല്ലി അറിയാമെന്ന്. Moses said this to God. മോശ ദൈവത്തോട് പറയുകയാണ്, God, I heard you say, നീ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന്. I know Moses by name. മോശ, എനിക്ക് പേർ ചൊല്ലി അറിയാമെന്ന് നീ പറഞ്ഞത് ഓർമ്മയുണ്ടോ എനിക്ക്? You said നീ പറഞ്ഞു, that I have found grace in your sight. നിന്റെ മുൻപാകെ എനിക്ക് കൃപ ലഭിച്ചു എന്ന് നീ പറഞ്ഞല്ലോ. Then in verse 13 he says, 13-ാം വാക്യത്തിൽ പിന്നെ പറയുന്നു, if I pray thee, if I have found grace in thy sight, show me now your way. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ, that I might know you, ഞാൻ നിന്നെ അറിയേണ്ടതിന്, that I might find grace in your sight, നിന്റെ സന്നിധിയിൽ കൃപ കണ്ടെത്തേണ്ടതിന്, and consider this nation your people. ഇത് നിന്റെ ജനമെന്ന് നീ ഓർക്കണമേ. Sometimes in life, ചിലപ്പോൾ sometimes in ministry, ശുശ്രൂഷ മണ്ഡലത്തിൽ we get to that place of hardness, നാം ഏകരായി തീരുന്ന കഠിനമേറിയ അനുഭവത്തിലേക്ക് നാം നീക്കപ്പെടും, where the problems and the circumstances seems beyond what God has called us to. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന വിളിക്ക് അപ്പുറമായി ഉള്ള പ്രശ്നങ്ങൾ ഞാൻ നേരിടേണ്ടി വരുന്നു എന്ന് തോന്നുന്ന അനുഭവത്തിൽ നാം എത്തിച്ചേരും. But I want you to hear the answer of God. ദൈവത്തിന്റെ മറുപടി ഇവിടെ ശ്രദ്ധിപ്പാൻ ഞാൻ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. In verse 14, 14-ാം വാക്യത്തിൽ പറയുന്നു, God says, my presence shall go with you. അതിനെ യഹോവ മോശയോട്, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, and I will give you rest. ഞാൻ നിനക്ക് സ്വസ്ഥത തരും. So many times we struggle പലപ്പോഴും നാം ഭാരപ്പെടാറുണ്ട്. because in the assignment ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ നിയോഗം ചെയ്തെടുക്കുവാൻ we start trying to do it. നാം അത് സ്വന്തം ബുദ്ധിയിലും സ്വന്തം കഴിവിലും സ്വന്തം ബലത്തിലും ആശ്രയിച്ച് ചെയ്യുവാൻ പോകുമ്പോൾ, But God never told us to be stressed out. അങ്ങനെ ചെയ്യണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. But God never told us to get burdened down. ആ ശുശ്രൂഷയുടെ മുഖത്ത് നീ പൊള്ളലേൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. In the United States, many pastors are quitting the ministry. അമേരിക്കൻ ഐക്യനാടുകളിൽ അനേക ദൈവദാസന്മാർ അവരുടെ ശുശ്രൂഷ വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. They have this word, they say that they are burned out. അവർ പറയുന്നത് എങ്ങനെയാണ്, ഞങ്ങളെ ശുശ്രൂഷ കൊണ്ട് ഞങ്ങൾ കരിഞ്ഞിരിക്കുന്നു എന്ന്. But I've said many times, ഞാൻ പലപ്പോഴും അവരോട് പറഞ്ഞിട്ടുണ്ട്, there is no such thing as burnout. ദൈവിക ശുശ്രൂഷയിൽ അങ്ങനെ പൊള്ളലേൽക്കുക എന്ന് പറയുന്ന ഒരു അനുഭവമില്ല. When you are in Christ Jesus, നീ യേശു ക്രിസ്തുവിൽ ആശ്രയിച്ച് ഒരു ശുശ്രൂഷ ചെയ്യുന്നവനാണെങ്കിൽ, the reason that burnout comes എന്തുകൊണ്ടാണ് നിന്റെ ജീവിതത്തില് ശുശ്രൂഷയിൽ പൊള്ളലേൽക്കുന്നത്? is because we take the assignment of God ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ആ ദൗത്യം and then we try to do it, നാം സ്വന്തം ബുദ്ധിയിലും സ്വന്തം കഴിവ് കൊണ്ടും ചെയ്യാൻ പോകുന്നത് കൊണ്ടാണ്. and we start getting in front of God or behind God. നമ്മൾ പലപ്പോഴും ദൈവത്തിന് മുൻപായിട്ട്, ദൈവ സമയത്തിന് മുൻപായിട്ട് കാര്യങ്ങൾ ചെയ്യുവാൻ പോകുന്നത് കൊണ്ടാണ് ഈ ശുശ്രൂഷയിൽ നിന്നുള്ള പൊള്ളലേൽക്കുന്നത്. But we need to learn what Moses learned.
മോശ പഠിച്ചത് നാം പഠിക്കേണ്ടിയിരിക്കുന്നു. The words of God. ദൈവത്തിന്റെ വചനങ്ങൾ ഇവിടെയാണ് പറയുന്നത്. My presence shall go with thee. എന്റെ സാന്നിധ്യം നിനക്ക് മുന്നമേ പോകും. And I will give you rest. ഞാൻ നിനക്ക് സ്വസ്ഥത നൽകി തരും. And then Moses responded to him. അത് കേട്ടപ്പോൾ മോശ ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്. If thy presence go not with me, തിരു സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ carry us not up hence. എന്നെ അയക്കരുതേ. Realize the severity of this statement. ഈ വാക്യത്തിന്റെ ഈ വാചകത്തിന്റെ അർത്ഥം എന്തെന്ന് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. I do not want the promise you gave me if your presence is not with me. നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ ഇരിക്കാമെന്ന് നീ പറഞ്ഞത് നീ ചെയ്യുന്നില്ല എങ്കിൽ നീ എന്നെ അയക്കരുതേ. So many people are chasing promises അനേക ആളുകൾ വാഗ്ദത്തത്തിന്റെ പുറകെ പോകുന്നവരാണ്. instead of chasing the God of promise. വാഗ്ദത്തങ്ങളുടെ ദാതാവായ ദൈവത്തെ അന്വേഷിക്കുന്നതിന് പകരം വാഗ്ദത്തങ്ങളുടെ പിന്നാലെ പോകുകയാ. In the presence of God there is fullness. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിനക്ക് വേണ്ടതെല്ലാം ഉണ്ട്. In the presence of God there is wholeness. അവന്റെ സാന്നിധ്യത്തിൽ അവന്റെ സന്നിധിയിൽ നിനക്ക് സമ്പൂർണ്ണതയുണ്ട്. And in the presence of God there is rest. അവന്റെ സന്നിധിയിൽ നിനക്ക് സ്വസ്ഥതയുണ്ട്. So often we think I've got to do this and I've got to do that. പലപ്പോഴും നമ്മൾ ചിന്തിക്കുക, അയ്യോ ഞാനത് ചെയ്യണം, ഞാനിത് ചെയ്യണം, അയ്യോ എനിക്ക് അത് ചെയ്യാനുണ്ട്, എനിക്ക് ഇത് ചെയ്യാനുണ്ട്, ഞാൻ അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല. But what we need to learn നാം പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? is how to stay in the presence. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ സ്വസ്ഥമായിരിക്കുവാൻ നീ പഠിക്കണം. How to know the presence. ദൈവത്തിന്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കുവാൻ നാം പഠിക്കണം. How to know that when I'm starting to step out of the presence, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് ഞാൻ പുറത്തേക്ക് എന്റെ കാലെടുത്ത് വെക്കുമ്പോൾ I recognize, oh no, this is not God. ഉടനെ എനിക്ക് മനസ്സിലാകണം, അയ്യോ ഇത് ദൈവികമല്ല, ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നതല്ല. And I come back into the presence. വീണ്ടും ഞാൻ അവന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരികയാണ്. When we stay in the presence of God, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നാം നിൽക്കുമ്പോൾ our strength is renewed. നമ്മുടെ ശക്തി പുതുക്കപ്പെടും. When we stay in the presence of God, അവന്റെ സന്നിധിയിൽ നാം നിൽക്കുമ്പോൾ we have a clear plan of direction. ദൈവത്തിന്റെ വ്യക്തമായ ആലോചന നമുക്ക് ലഭിക്കും. When we stay in the presence of God, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നാം സമയം ചെലവഴിക്കുമ്പോൾ everything works correctly. എല്ലാം അതിന്റെ സുഗമമായ രീതിയിൽ നടകൊള്ളും. Moses continues on in verse 16. 16-ാം വാക്യത്തിൽ മോശ ഇങ്ങനെ പറയുന്നു, For wherein shall it be known here that I and thy people have found grace in thy sight? എന്നോടും നിന്റെ ജനത്തോടും കൃപയുള്ളത് ഞാൻ ഏതിനാൽ അറിയും? നീ ഞങ്ങളോടുകൂടെ പോരുന്നതിനാലല്ലയോ? How will it be known that we found this grace that Pastor Vetter was talking about? നിന്റെ സന്നിധിയില് നിന്റെ മുൻപിൽ ഞങ്ങൾക്ക് കൃപ ലഭിച്ചു എന്നുള്ളത് ദൈവമേ ഞങ്ങൾ എങ്ങനെ അറിയും? Is it not in that which thou goest with us? നിന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരുന്നതിലൂടെ അല്ലയോ നിനക്ക് ഞങ്ങളോട് കൃപയുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നത്? This is how it's going to be known. ഇങ്ങനെയാണ് ലോകം അറിയുവാൻ പോകുന്നത്. That your grace is upon us. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേലുണ്ടെന്ന് ലോകം തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? Is that you are with us. നീ ഞങ്ങളോടുകൂടെ ഉണ്ടെന്ന് ലോകം അറിയുമ്പോൾ. So shall we be separated? I and thy people from all the people that are upon the face of the earth. നീ ഞങ്ങളോടുകൂടെ പോരുന്നതിനാലല്ലയോ അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിൽ വെച്ച് വിശേഷതയുള്ളവരെന്ന് വേർതിരിക്കപ്പെട്ടവരെന്ന് ലോകമറിയുവാനിടയായി തീരും. The way the world knows that we are a different people, നാം ഒരു പ്രത്യേക ജനമെന്ന് ലോകമറിയുന്നത് ദൈവ സാന്നിധ്യത്തിലൂടെയാണ്. is by this presence of God. ദൈവത്തിന്റെ സാന്നിധ്യത്തിലൂടെയാണ്. God is not following David. ദാവീദിനെ ദൈവം പിന്തുടരുകയായിരുന്നില്ല. David is supposed to follow God. ദാവീദ് ദൈവത്തെ പിന്തുടരേണ്ടതായിരുന്നു. But David wants to do this. എന്നാൽ ദാവീദ് അത് ചെയ്യുവാൻ ആഗ്രഹിച്ചു. But David thinks this is a good idea. ദാവീദ് വിചാരിച്ചു ഇതൊരു നല്ല ആശയമാണ്. But wouldn't it be a blessing if we did this? ഞാൻ അങ്ങനെ നിങ്ങളെ ദൈവത്തിന് പ്രസാദകരമാകുമായിരുന്നല്ലോ. But I got to stay in the presence of God. ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ നിന്നപ്പോൾ I've got to find that secret place that Bishop Michael was talking about the other night. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ദാസൻ പറഞ്ഞതായ ആ രഹസ്യ സങ്കേതം അത്യുന്നതന്റെ മറവെന്നുള്ള ആ രഹസ്യ സ്ഥലം ഏതെന്ന് നമുക്ക് കണ്ടെത്തണം. Where the presence of God surrounds me. ദൈവത്തിന്റെ സാന്നിധ്യത്താൽ ചുറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു അനുഭവം. And the Lord said unto Moses in verse 17. 17-ാം വാക്യത്തിൽ ദൈവം മോശയോട് പറയുന്നു, I will do this thing also that thou hast spoken. യഹോവ മോശയോട് നീ പറഞ്ഞ ഈ വാക്ക് പോലെ ഞാൻ ചെയ്യും.
For you have found grace in my sight, and I do know you by name. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കയാൽ ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞുമിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. And from this statement from God, ഈ ദൈവം പറഞ്ഞ ഈ വാചകത്തിലൂടെ Moses makes a request of God. ദൈവത്തോട് മോശ ഒരു അപേക്ഷ യാചിക്കുകയാണ്. In verse 18, 18-ാം വാക്യത്തിൽ he says, show me your glory. നിന്റെ മഹത്വം നിന്റെ തേജസ് എനിക്കൊന്ന് കാണിച്ചു തരണമേ. Is this not what we want in the church? ഈ ദൈവത്തിന്റെ സഭയ്ക്ക് ആവശ്യം ദൈവത്തിന്റെ തേജസ്സല്ലേ? The glory of God, ദൈവത്തിന്റെ തേജസ്, the manifested presence of God. ദൈവത്തിന്റെ ദൃശ്യമായ സാന്നിധ്യം. Let's learn from Moses how to have it in our presence. നമുക്ക് മോശയുടെ ജീവിതത്തിൽ നിന്ന് അതെങ്ങനെ പ്രാപിക്കാമെന്ന് നമുക്ക് നോക്കാം. And when Moses asked God, show me your glory, നിന്റെ മഹത്വം എന്നെ കാണിക്കണമേ എന്ന് മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ God says something very interesting in verse 19. വളരെ രസാവഹമായ ഒരു കാര്യമാണ് 19-ാം വാക്യത്തിൽ ദൈവം മോശയോടുള്ള ബന്ധത്തിൽ ചെയ്യുന്നത്. He said, I will make all my goodness pass before you. നിന്റെ ദൃഷ്ടിക്ക് മുൻപാകെ എൻ്റെ സകല മഹത്വവും ഞാൻ വെളിപ്പെടുത്തും, കടന്നു പോകുമാറാക്കും എന്ന് ദൈവം മോശയോട് പറഞ്ഞു. See, many people are chasing the goodness of God അനേകരും ദൈവത്തിന്റെ നന്മ അന്വേഷിച്ച് നടക്കുക, without chasing the presence of God. ദൈവത്തിന്റെ സാന്നിധ്യമാണ് നീ അന്വേഷിക്കേണ്ടത്, ദൈവത്തിന്റെ നന്മയല്ല. But when the presence of God comes in, ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നിടത്ത് and the glory of God is manifested, ദൈവത്തിന്റെ തേജസ് വെളിപ്പെടും. the goodness of God is present. ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുന്നിടത്ത് ദൈവത്തിന്റെ നന്മ വെളിപ്പെടും. It is in that atmosphere that you can reach out and receive the things that you need. ആ സാഹചര്യത്തിലാണ് നിനക്ക് ആവശ്യമുള്ളതെല്ലാം നിനക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്നത്. And this is why that at the funeral, ഇതാണ് ആ സംസ്കാര ശുശ്രൂഷയിൽ ഞാൻ when the കണ്ടത്. person had battled so many things with sickness and disease, ഈ രോഗത്താൽ ഭാരപ്പെട്ട ആ മനുഷ്യന് and the person said, but now they're whole, they're in the presence of God. അവന്റെ മരണ ശുശ്രൂഷയിൽ പറയാണ്, ഇപ്പോൾ അദ്ദേഹം കഷ്ടതയില്ലാത്ത, രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത രാജ്യത്തിൽ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞപ്പോഴാ God said that wholeness is not just in heaven. ദൈവം എന്നോട് പറഞ്ഞു, ഈ കഷ്ടതയും ദുഃഖവും ദാരിദ്ര്യവും ഇല്ലാത്ത രാജ്യം എന്ന് പറയുന്നത് മരിച്ചങ്ങോട്ട് വരുമ്പോൾ മാത്രമല്ല, ഇവിടെ എന്റെ സന്നദ്ധിയിൽ നിനക്ക് ആസ്വദിക്കുവാൻ കഴിയുന്ന ഒന്നാണ്. Wholeness is wherever my presence is. എന്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ സന്തോഷത്തിന്റെ പൂർണ്ണതയുണ്ട്. And as I said earlier, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ I'll be leaving here in just a few hours. ചില മണിക്കൂറുകൾക്ക് ഞാൻ നിങ്ങളോട് യാത്ര പറഞ്ഞു പോവുകയാണ്. I hope that something that I have said has challenged you. ഞാൻ പറഞ്ഞ ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തെ വെല്ലുവിളിയായി നിലകൊള്ളട്ടെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. But if you never remember me, അതെ, നിങ്ങൾ എന്നെ ഓർത്തില്ലെങ്കിലും, if you don't remember anything that I've said, ഞാൻ പറഞ്ഞാൽ ഒന്നും നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലും, if we never see each other here on this earth again, ഇനി ഒരുപക്ഷെ ഈ ലോകത്തിൽ നമ്മൾ തമ്മിൽ കണ്ടില്ലെങ്കിൽ തന്നെ remember this: ഇത് ഓർത്തുകൊള്ളൂ, everything that you need നിനക്ക് ആവശ്യമുള്ളതെല്ലാം is in the presence of God. അവന്റെ സന്നിധിയിലുണ്ട്. If you will cause yourself to find that place, നീ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു ഇടം നിനക്ക് കണ്ടെത്താമെങ്കിൽ, it is in this place that we begin to know God. ദൈവത്തെ നിനക്ക് അടുത്തറിയുവാൻ കഴിയുന്ന ഒരു ഇടം നിനക്ക് കണ്ടെത്തുവാൻ കഴിയുമെങ്കിൽ, Not know of God, ദൈവത്തെ കുറിച്ചറിയുവാനല്ല, but we begin to know God. ദൈവത്തെ അറിയുവാനായിട്ട്. The 10th day of this month, ഈ മാസം 10-ാം തീയതി my wife and I celebrated our 30th anniversary. കർത്താവിന്റെ ദാസനും ഭാര്യ അവരുടെ വിവാഹ ജീവിതത്തിന്റെ 30-ാം വാർഷികം ആഘോഷിക്കുകയായിരുന്നു. Her name is Tammy. അവരുടെ പേര് ടാമി എന്നാണ്. I know Tammy. എനിക്ക് ടാമിയെ നല്ലപോലെ അറിയാം. I've spent time with Tammy. അവളുമായി ഞാൻ ഒത്തിരി സമയം ചെലവഴിച്ചിട്ടുണ്ട്. I've been in the presence of Tammy. ടാമിയുടെ സാന്നിധ്യത്തിൽ ഞാൻ ഒത്തിരി മണിക്കൂറുകൾ ഇരുന്നിട്ടുണ്ട്. She doesn't have to say anything. എന്നോട് അവൾക്കൊന്നും പറയേണ്ട ആവശ്യം തന്നെ ഇല്ല. I can look at her face അവളുടെ മുഖത്ത് നോക്കിയാൽ and I can know if she's happy. അവൾ സന്തോഷവതിയാണോ എന്ന് എനിക്കറിയാം. I can know if she's sad. അവൾ സങ്കടവതിയാണോ എന്ന് എനിക്കറിയാം. I can also know if I should leave the room. ഞാൻ ആ മുറിയിൽ നിന്ന് എഴുന്നേറ്റ് പോണോ എന്നുള്ളത് എനിക്ക് അവളുടെ മുഖത്ത് നോക്കി അറിയാം. The reason I know this അതറിയാനുള്ള കാരണം എന്നാണെന്നറിയാമോ? is I have been in her
presence for 30 years. 30 വർഷം അവളുടെ സാന്നിധ്യത്തിലുള്ള എൻ്റെ ജീവിതം. I have communicated with her intimately. ആഴമായി അവളുമായി സംസർഗം ചെയ്യുവാൻ എന്നെ സഹായിച്ചു. There are things that we have shared with each other that nobody else knows. വേറെ ആർക്കും അറിയാത്ത കാര്യങ്ങൾ ഞങ്ങളുമായി ഞങ്ങൾ പങ്കിട്ടിട്ടുണ്ട്. And because of this relationship, ആ ബന്ധം അത്ര ദൃഢമേറിയ ബന്ധമായതുകൊണ്ട് I know what she's feeling. അവളുടെ വികാരങ്ങളെ എനിക്ക് തിരിച്ചറിയുവാൻ കഴിയും. But what happens if we get in the presence of God? ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഇതുപോലെ നാം കടന്നു ചെല്ലുമ്പോൾ, If we stop just asking God for things, ദൈവത്തോട് നീ ചോദിക്കുന്നതൊന്ന് നിർത്തിയിട്ട് അവന്റെ സന്നിധിയിൽ ഒന്ന് ചെന്ന് അല്പസമയം ഒന്ന് ചിലവഴിച്ച്, നീ ചോദിക്കാൻ വേണ്ടി പോണ്ട, അവനോടുകൂടെ സമയം ചിലവഴിക്കാൻ പോ. But we start trying to get to know the heart of God. ദൈവത്തിന്റെ ഹൃദയം എന്തെന്ന് മനസ്സിലാക്കാൻ നീ ശ്രമിക്കുക. And we ask God, I want you to know my name. എനിക്ക് ദൈവമേ, എനിക്ക് നിന്റെ പേരൊന്നറിയണം. And I want to know your name. നിന്റെ പേര് എനിക്ക് അറിയുവാൻ ആഗ്രഹമുണ്ട്. I want to know when you're sad. നീ ദുഃഖിതയായിരിക്കുന്നത് എപ്പോഴെന്ന് അറിയുവാൻ ഞാൻ I ആഗ്രഹിക്കുന്നു. want to know when you're disappointed. ഞാൻ നിന്നെ നിരാശപ്പെടുത്തുന്നത് എപ്പോഴെന്ന് അറിയുവാൻ ഞാൻ And I ആഗ്രഹിക്കുന്നു. want to know when you're happy. നീ എപ്പോഴും എന്നെ കുറിച്ച് സന്തോഷിക്കുമെന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. That's why last night when I was telling the story about the airplane, അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ എയറോപ്ലെയിന്റെ കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. and when everything was finalized, the tears started running down my face. എല്ലാം എന്റെ യാത്രയോടുള്ള ബന്ധത്തിൽ ശരിയായി കഴിഞ്ഞപ്പോൾ അറിയാതെ എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകാൻ തുടങ്ങി. Because I know him. കാരണം എനിക്ക് അവനെ അറിയാം. I know the disappointment he felt when I failed to believe. ഞാൻ അവന്റെ വാഗ്ദത്തത്തെ വിശ്വസിക്കാതിരുന്നപ്പോൾ അവൻ എന്നെ കുറിച്ച് എത്രമാത്രം നിരാശ ഉണ്ടായെന്ന് എനിക്കറിയാം. But I also know the times എന്നാൽ മറ്റൊന്നും എനിക്കറിയാം. when he says, "Good job, David." അവൻ എന്നോട് പറയുന്നത്, ഡേവിഡ് നീ ചെയ്ത് നന്നായിരിക്കുന്നു എന്നോട് പറയുന്ന സന്ദർഭമുണ്ട്. Because he's not a character in a book. അത് ഞാൻ എന്തുകൊണ്ട് ദൈവം ബൈബിളിൽ മാത്രം ജീവിക്കുന്ന ഒരു ദൈവമല്ല. I took the time to get into the presence of God. ബൈബിളിലെ ദൈവത്തെ അറിയുവാനായി ദൈവത്തോടുകൂടെ സമയം ചെലവഴിക്കുവാൻ എൻ്റെ ജീവിതത്തിൽ And സമയം if you കണ്ടെത്തും. will take the time to get into the presence of God, ദൈവത്തിന്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കുവാൻ നിനക്കും സമയമുണ്ടെങ്കിൽ, like Moses, he will know your name. മോശയോട് പറഞ്ഞല്ലോ, എനിക്ക് നിന്റെ പേരറിയാമെന്ന്. And you will know his name നിനക്ക് അവന്റെ പേരും അറിയുവാൻ കഴിയും. on an intimate level, ആഴമേറിയ ഒരു ദൃഢബന്ധത്തിലൂടെ, where you can know his direction. അവന്റെ ആലോചനകൾ, അവന്റെ നിർദ്ദേശങ്ങൾ നിനക്ക് മനസ്സിലാക്കുവാൻ കഴിയും. And you can know when you're stepping out of his presence. അവന്റെ സാന്നിധ്യത്തിൽ നിന്ന് നീ എപ്പോൾ മാറിപ്പോകുന്നു എന്നുള്ളതും അവൻ അറിയാം. So I admonish you this morning, ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നത്, find God. ദൈവത്തിന് നന്ദി പറയുക. I did not say get saved. ദൈവമേ, ഞാൻ രക്ഷിക്കപ്പെട്ടതിനാൽ നന്ദി എന്ന് മാത്രമല്ല, Find God. ദൈവത്തെ കണ്ടെത്തുക. Put on hold for just a moment ചില നിമിഷ നേരം അവനുമായിട്ട് ചിലവഴിക്കുക. the things that you want him to do for you. അവൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നു, ആ വിഷയങ്ങളൊക്കെ ഒന്ന് കുറച്ചു നേരത്തേക്ക് ഒന്ന് മാറ്റിവെക്കുക. And spend the next 30 days or 60 days അടുത്ത 30 ദിവസം 60 ദിവസം നിന്റെ ആവശ്യങ്ങളൊന്നും അവനോട് പറയണ്ട. കർത്താവേ, എനിക്ക് നിന്നെ അറിയണമെന്ന ആഗ്രഹം. saying, God, I just want to spend some time with you. കർത്താവേ, എനിക്ക് വേറെ ഒന്നും നിന്നോട് പറയാനില്ല, നിന്റെ മുഖം കണ്ടൊന്നിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിന്റെ സാന്നിധ്യത്തിൽ ഒന്ന് അല്പസമയം ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I want this relationship to become real. നീയുമായുള്ള എൻ്റെ ബന്ധം ഒന്ന് ദൃഢപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. That I know that wherever I am at, that wherever I am, that your presence is with me. ഞാൻ എവിടെയായിരുന്നാലും നിന്റെ സാന്നിധ്യം എനിക്ക് അനുഭവിപ്പാൻ കഴിയുന്ന ഒരു ബന്ധം നീയുമായി ഉണ്ടാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. God bless you all. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.